രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങുകയാണ്. പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് ആദ്യം ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. രാഹുലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുക. കേസ് അന്വേഷിക്കാനുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ ADGP H. വെങ്കിടേഷ് ഇന്ന് തീരുമാനിച്ചേക്കും. ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. അതിനിർണായകമായ നീക്കത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് പോകുന്നത്. നിലവിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ ശക്തമാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇത് ഒരു പരാതി പോലും കിട്ടാതെയാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ അന്വേഷണം നടത്തുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. പക്ഷേ പരാതികൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണല്ലോ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. മൊഴിയെടുക്കുവാൻ ഇന്ന് ഈ രണ്ടുപേരെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? കൂടുതൽ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? പ്രത്യേക സംഘവും ഇന്നുണ്ടാകുമല്ലോ. മനുഷ്യ പ്രത്യേക സംഘത്തെ ഇന്ന് H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ADGP തീരുമാനിക്കാൻ തന്നെയാണ് സാധ്യത. അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ചില പൊതുപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതികൾ ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പോലീസിൽ പരാതികൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണം ആരംഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ പരാതികൾ, തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി ലഭിക്കാനുള്ളത് ഗർഭചിത്രം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന യുവതിയുടെ ശബ്ദരേഖയാണ്. അത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ മാത്രമേ പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ളൂ. അതിലൊരു പരാതി കിട്ടണം പോലീസിന്. ഈ യുവതിയെ കണ്ടെത്താനുള്ള, യുവതിയെ ആരും ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ നേരത്തെ ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നു. അവരുടെ പരാതി കിട്ടണം അല്ലെങ്കിൽ അവരുടെ മൊഴി കിട്ടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉള്ളത്. മറ്റൊന്ന് കൊച്ചിയിൽ നിന്നുള്ള സിനിമാ താരം റിനിയുടെ പരാതിയും റിനിയുടെ മൊഴിയുമാണ്. റിനി നേരത്തെ മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അവന്തിക, ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണ്. അവന്തികയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന ആരോപണം. ഈ കാര്യത്തിൽ അവന്തികയുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും പുറത്തുവന്ന കാര്യങ്ങളിൽ ഈ 3 പേരുടെ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടത്. ഇവരുടെ പരാതികളും ലഭിക്കേണ്ടതുണ്ട്. പരാതികൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അന്വേഷണ സംഘം. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോഴും പരാതി പറയാൻ ആരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല, ആർക്കും പരാതി പറയാനുള്ള അവസരമുണ്ടാകും, സംരക്ഷണമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ പരാതി പറയാൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇതിനും അപ്പുറത്തേക്ക് ഇതിനും ഗൌരവതരമായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്ന സൂചന കൂടി ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുണ്ടായത്. അത്തരം തെളിവുകളും ഒക്കെ പോലീസ് വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളുമുണ്ട്. എങ്ങനെയെങ്കിൽ ആ കാര്യങ്ങളുടെ അന്വേഷണം ഉണ്ടാകും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന്. മറ്റൊന്ന്, ഈ പരാതിക്കാർ, ഈ ആരോപണം ഉന്നയിച്ചവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കണം. അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതിയുമായി അല്ലെങ്കിൽ മൊഴിയായി എത്തുകയും വേണം. അത്തരം കാര്യങ്ങളാണ് ഇനി ഉള്ളത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ ഇന്ന് വ്യക്തമായ തീരുമാനമുണ്ടാകും. സംഘത്തെ പ്രഖ്യാപിക്കും. സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികൾ ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ എതിർ നീക്കവും നടക്കുന്നുണ്ടല്ലോ അരുൺ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നതിൽ ഈ കോൺഗ്രസിന് ഏറ്റിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം പരാതികൾ ക്രൈംബ്രാഞ്ചിലേക്ക് എത്താതിരിക്കുവാനുള്ള ഒരു എതിർ നീക്കം കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് CPM തന്നെ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. അങ്ങനെ പരാതി എത്താതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസ് എന്ന്. അപ്പോൾ അത് തടയിടുന്നതിന് വേണ്ടി ഏത് വിധേനയും ഇവരെ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ മുന്നിൽ എത്തിക്കുവാനുള്ള ശ്രമം ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടിയാണല്ലോ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അതിജീവിതമാർ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. ആർക്കും പരാതി നിർഭയമായിട്ട് നൽകാൻ പറ്റുമെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെ പരാതിയുമായി മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലുള്ളത്. പക്ഷേ ഇതിനു മുൻപ് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അവസാനം അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വന്നത് ഇതേ കാരണത്താലാണ്.
തീർച്ചയായിട്ടും അത്തരം സെറ്റിൽമെന്റ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു വ്ളോഗർമാരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയുള്ള ശ്രമങ്ങൾ ഭാഗത്ത് ആരംഭിക്കുന്നുവെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമായും പ്രതിരോധ തന്ത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഈ പരാതി പറയാൻ സാധ്യതയുള്ളവരെ അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരെയൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിർവിഭാഗവും കൂടുതൽ പരാതിക്കാരികളെ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ നിന്ന് ചില പരാതികൾ ആ രീതിയിൽ പുറത്തുവരുമെന്ന സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പരമാവധി പ്രശ്നത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതൊക്കെ മറികടന്നും പരാതികൾ വരുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൂടിയാണ് അദ്ദേഹം നൽകിയത്. നേരെ മറിച്ച് കോൺഗ്രസ് പാർട്ടിയാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ ഒറ്റയ്ക്ക് പ്രതിരോധിക്കണം, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഒരു പിന്തുണയും ലഭിക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനുമൊക്കെ. രാഹുൽ രാജിവെക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമാണ് രാഹുൽ ഒരു പിന്തുണ കോൺഗ്രസ് ഇപ്പോൾ പരസ്യമായി നൽകുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഈ വിഷയത്തിൽ പ്രതിരോധിക്കാനോ സഹായിക്കാനോ ആരും ഉണ്ടാകില്ലെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. പക്ഷേ ഷാഫി പറമ്പിലൊന്നും ഇതുവരെ പൂർണ്ണമായും രാഹുലിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മറ്റു നേതാക്കൾ ആരും ആ ഒരു പരസ്യ പിന്തുണ ഈ ഘട്ടത്തിൽ രാഹുൽ നൽകുന്നില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും BJPക്ക് ആരോപിക്കുന്നത് VD സതീശന് വലിയ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. VD സതീശൻ രാഹുലിനെതിരെ കടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. രാജിക്കാര്യത്തിൽ മാത്രമാണ് ഒരു കീഴ്വഴക്കമില്ല എന്ന ഒരു സംരക്ഷണവുമായി കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിന് ഒപ്പമുള്ളത്. ഏതായാലും ഈ പരമാവധി ആളുകളെ അന്വേഷണ സംഘം നേരിട്ട് കാണാനും അവരുടെ മൊഴിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അവരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിനൊപ്പമുള്ളവരും സ്വാഭാവികമായും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മഞ്ജു സൂചിപ്പിച്ച ഏറ്റവും വലിയ ഉദാഹരണം അതുതന്നെയാണ്. ഹേമ കമ്മിറ്റി നിരവധി പരാതികൾ വന്നിരുന്നു. പക്ഷേ അത് ആരോപണങ്ങൾ വന്നു. പിന്നീട് പരാതികളെ മാറാനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുഖേ തെളിവ് നൽകാനോ എന്നും ഈ അതിജീവിതമാർ അന്ന് തയ്യാറായില്ല. സമാനമായ ഒരു സാഹചര്യം ഇതിലുണ്ടാകുമെന്ന ആശങ്ക പൊതുവിലുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രാഹുലിനെതിരെ കോൺഗ്രസ് ഉള്ളിൽ നിന്നൊരു വലിയ നീക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ശ്രമങ്ങൾ പരാജയപ്പെടാൻ സാധ്യത. രാഹുലിനെതിരെ കൃത്യമായ പരാതികൾ ലഭിക്കുമെന്ന പ്രതീക്ഷത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരം പരാതിക്കാരെ ഇരകളെ നേരിട്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളും അവർ ആരംഭിച്ചിട്ടുണ്ട്. അവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥിതി ശരിയാണ്. അരുൺ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPM ഇടയ്ക്ക് ഇക്കാര്യത്തിൽ കുറച്ച് ഡിഫൻസീവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം ഉന്നയിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. അതിന് കാരണം സ്വന്തം പാളയത്തിൽ തന്നെ ഇങ്ങനെ ആരോപണ വിധേയർ ഉണ്ടായിരുന്നിട്ടും അവരെ രാജിവെപ്പിച്ചില്ലല്ലോ എന്നുള്ള മറു ചോദ്യം വരുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കാര്യം, MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് CPM ഇപ്പോൾ ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നതായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. പൊതുവികാരത്തിന് വിരുദ്ധമായി യുവ നേതാവിനെ എങ്ങനെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. രാഹുലിനെതിരായ പരാതി 3 വർഷം മുൻപ് തന്നെ അറിയാമായിരുന്നിട്ടും VD സതീശൻ ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുവെന്നുമാണ് ദേശാഭിമാനി ലേഖനത്തിൽ MV ഗോവിന്ദൻ വിമർശിക്കുന്നത്. രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ തന്നെ തുടരുന്നുണ്ട്. അരുൺ, ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിരുന്നുവല്ലോ ഇടയ്ക്ക്. CPM പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ എന്നുള്ള ആവശ്യത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന്. അതിന് കാരണം മുകേഷിനെ ഒന്നും രാജിവെപ്പിച്ചില്ലല്ലോ എന്നുള്ള മറു ചോദ്യവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്തതോടുകൂടി രാജിക്കാരുമായിട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണല്ലോ CPMന്റെ തീരുമാനം. ഇന്ന് MV ഗോവിന്ദന്റെ ലേഖനം വായിച്ചാൽ അതാണ് വ്യക്തമാകുന്നത്. മഞ്ജുഷെ, മുകേഷിന്റെ CPM കൊല്ലം MLAയുടെ സമാനമായ ആരോപണം, ഒരുപക്ഷെ അതിലും ഗുരുതരമായ ആരോപണം വന്നപ്പോൾ കൃത്യമായി കേസെടുത്ത ശേഷവും CPM മുകേഷ് രാജിവെക്കേണ്ട നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞ ന്യായം, ഒരു മന്ത്രി എക്സിക്യൂട്ടീവ് അധികാരത്തിലിരിക്കുന്ന ഒരാൾ ഒരു ആരോപണത്തിൽ രാജിവെച്ചാൽ പിന്നീട് കുറ്റാരോപണം തെളിഞ്ഞാൽ മന്ത്രിസഭയിലേക്ക് അല്ലെങ്കിൽ അധികാരത്തിൽ തിരിച്ചു വരേണ്ട അവസരമുണ്ട്. പക്ഷേ ഒരു MLA രാജിവെച്ചാൽ തിരിച്ചു വരാൻ അവിടെ അവസരമില്ല. അതുകൊണ്ട് രാജിവേണ്ട എന്നൊരു ന്യായവാദമാണ് അന്ന് CPM ഉന്നയിച്ചത്. അതേ ശബ്ദം, അതേ വരികൾ നമ്മൾ ഇന്നലെ കേട്ടത് KPC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനത്തിലാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നതിനെ ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത്, എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന ഒരാൾ രാജിവെച്ചാൽ തിരിച്ചു വരാൻ അവസരമുണ്ടാകും. കുറ്റാരോപണത്തിന് അല്ലെങ്കിൽ ആ കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ നിരപരാധം തെളിയിച്ചാൽ തിരിച്ചു വരാൻ കഴിയും. പക്ഷെ MLAക്ക് അത് കഴിയില്ലല്ലോ. അതേ വാക്കുകൾ, അതേ ന്യായമാണ് KPC അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. ഏതായാലും CPM 2 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മഞ്ജു സൂചിപ്പിച്ച പോലെ ഈ രാജിയിൽ ആദ്യം സമ്മതം ചെലുത്താത്തത്. ഒന്ന്, ഈ തങ്ങൾക്കും ഇതുപോലെ ഒരു മന്ത്രി രാജിവെച്ച് തിരിച്ചു വന്നിരുന്നു, MLA ഉണ്ട്, മുൻ MLA ഉണ്ട്, അങ്ങനെ നിരവധി നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണം വന്നപ്പോൾ അവരാരും MLA സ്ഥാനം രാജിവെച്ചില്ല. ആ സാഹചര്യത്തിൽ രാഹുലിന്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദത്തിന്റെ ഗുണമാകുമോ എന്നൊരു സംശയം CPM കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്,
ഒരു ഉപതെരഞ്ഞെടുപ്പ് CPM ആഗ്രഹിക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് പാലക്കാട് മാത്രമാകില്ല. പാലക്കാട് CPM പറഞ്ഞെടുക്കാം 2 തവണ 3-ാം സ്ഥാനത്തേക്ക് മണ്ഡലമാണ്. പീരുമേട് കൂടി ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരും. അങ്ങനെ വന്നാൽ അത് എത്രത്തോളം വിജയസാധ്യതയുണ്ടോ സംശയമൊക്കെ വരും. ഒരു പരാജയവുമായി പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത്